തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് വയനാട് നെന്മേനി പഞ്ചായത്തിലെ 150ഓളം കുടുംബങ്ങൾ. ടാറിംഗ് റോഡ് കുത്തിപ്പൊളിച്ച് നിലവാരമില്ലാതെ കോൺക്രീറ്റ് ചെയ്തതിനെ തുടർന്നാണ് നാട്ടുകാർ വോട്ട് ബഹിഷ്കരിക്കുന്നത്. നെന്മേനി പഞ്ചായത്ത് മാങ്കൊമ്പ് മാളിക റോഡിലെ 150ഓളം കുടുംബങ്ങൾ സ്ഥാനാർത്ഥികളെ വിലക്കി ബോർഡും സ്ഥാപിച്ചു. നെന്മേനി പഞ്ചായത്തിലെ മാങ്കൊമ്പ് മാളിക റോഡിലെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. 200 മീറ്റർ ടാറിംഗ് റോഡ് JCB ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച് 170 മീറ്റർ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തത്. ബാക്കി ഭാഗം തകർന്നു കിടക്കുന്നു. തീരെ നിലവാരമില്ലാത്ത രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്തതെന്നും നാട്ടുകാർ പറയുന്നു. മണ്ണിട്ട് പൊക്കി കോൺക്രീറ്റ് ചെയ്തതിനാൽ റോഡിനിരുഭാഗവും ആഴത്തിലുള്ള കുഴിയായി മാറിയെന്നുമാണ് നാട്ടുകാരുടെ പരാതി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിനെതിരെ വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ബോർഡുകളും നാട്ടുകാർ സ്ഥാപിച്ചു. ഈ റോഡ് കുത്തിപ്പൊളിച്ച് ഇവർ 2.5 മീറ്റർ കോൺക്രീറ്റ് ആക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ വർക്ക് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ 2.5 മീറ്റർ അല്ല, നമുക്ക് നിലവിലുള്ള 3 മീറ്റർ തന്നെ വേണമെന്ന് പറഞ്ഞ് അവരങ്ങനെ 3 മീറ്റർ ഇത് അവിടെ പകുതി വരെ ചെയ്തിട്ട് ഒരു 100-200 മീറ്ററുള്ള റോഡാണിത്. ഇപ്പോൾ ഒരു ഏകദേശം 50 മീറ്ററോളം റോഡ് അവരെ ഫണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരെ നിർത്തിപ്പോയി സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ, വൃദ്ധരായ ജനങ്ങളുണ്ട്, പിന്നെ രോഗികളുണ്ട്, ഗർഭിണിയായ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ റോഡിൽ കൂടെ പോകാനും വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 10-30 ദിവസം ഈ റോഡ് അടച്ചിട്ടുണ്ട്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവാക്കിയാണ് റോഡ് നിർമ്മിച്ചത്. എന്നാൽ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നം തെരഞ്ഞെടുപ്പിന് ശേഷം MLAയുടെ നേതൃത്വത്തിൽ പരിഹരിക്കുമെന്നും കോൺക്രീറ്റ് ഉണങ്ങിയ ശേഷം റോഡിന്റെ ഭാഗങ്ങളിൽ മണ്ണിടൽ പൂർത്തീകരിക്കുമെന്നുമാണ് വാർഡ് മെമ്പർ പറയുന്നത്. ന്യൂസ് മലയാളം, വയനാട്.